ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം യു ആർ ഫൈനലി റെഡി. നിങ്ങൾ ഫൈനലി റെഡിയാണ്. ഇനി നിങ്ങളുടെ റീഡിങ്സിലേക്ക് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഓക്കെ, സിക്സ് ഓഫ് സോർഡ്സ്, Six of Wands, you are ready. Literally, High Priestess energy, beautiful energy ആണ്. Six of Cups, എല്ലാ സിക്സസും ഉണ്ട്. ആൻഡ് വൺ മോർ സിക്സ്, ലവേഴ്സ് എനർജി കണക്ഷൻസ് ആൻഡ് ടു ഓഫ് പെൻറ്റക്കിൾസ്. സോ നമ്മുടെ എനർജി നിങ്ങൾക്ക് വേണ്ടുന്ന യു ആർ റെഡി ടു മേക്ക് മണി. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. സിക്സ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പുതിയൊരു ലൈഫ് നിങ്ങൾക്കായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുവരെ ലൈഫ് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ ലൈഫ് സ്റ്റക്കായിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ടില്ല എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റിയാണ്. നിങ്ങൾ പുതിയ ഐഡിയാസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഈ ഐഡിയ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും, ഏതൊക്കെ രീതിയിൽ ഈ ഐഡിയ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതിലൂടെ എങ്ങനെ വിജയിക്കാം എന്നുള്ളൊരു ചിന്ത, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. യു ആർ മൂവിങ് ഫോർവേഡ്, നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് എന്നുള്ളതാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സമയം, നിങ്ങൾ എപ്പോഴാണോ ഇത് കേൾക്കുന്നത്, ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ് ടു സ്റ്റാർട്ട് സംതിങ്. പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യങ്ങൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുമായിട്ട് അലൈൻ ചെയ്ത് വരുന്നില്ല എങ്കിൽ അതിനെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളുടെ ഉള്ളിലെ ഐഡിയാസ് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസാണ്. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ യു ഷുഡ് ചൂസ് ടു വാക്ക് ഫോർവേഡ്, മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. പുതിയ ഡയറക്ഷനിൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ പലരെയും സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. യു ആർ ഗോയിങ് ഇൻ എ ന്യൂ ഡയറക്ഷൻ. പുതിയ ദിശയിലേക്ക് നിങ്ങൾ പോവാണ്. ടുവേർഡ്സ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽമെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോവാണ്. നിങ്ങൾ പഴയതൊക്കെ പുറകെ വിട്ടിട്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു എനർജിയാണ്. ആൻഡ് എനർജി ഓഫ് സിക്സ് ഓഫ് ഫോൺസ് എനർജി സക്സസ് ആണ്, തീർച്ചയായിട്ടും വിക്ടറി. മറ്റുള്ളവർ ചുറ്റുകൂടി നിൽക്കുന്നവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഇത് ഡിസേർവ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത്, ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏൺ ചെയ്തതാണ്. യു ഏൺ ദിസ്. ഈ ഒരു വിക്ടറി, ഈ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് നിങ്ങളായിട്ട് നേടിയെടുത്ത കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് അഡ്മിറ്റ് ചെയ്യുന്നില്ല അതായത് ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതും. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും നമ്മളെ കൊച്ചിലെ മുതൽ പല ആളുകളെയും പഠിപ്പിക്കുന്നത് ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കുക, വളരെയധികം വിനയത്തോടു കൂടി ഇരിക്കുകയാണ്. വിനയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വയം നിങ്ങളുടെ കഴിവുകൾ എന്താ. ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയാൽ നമ്മൾ പൊതുവേ നമ്മുടെ കഴിവ് ഇങ്ങനെ വിളിച്ചു പറയരുത് എന്ന ആളുകൾ പറയും. പക്ഷെ ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്കങ്ങനെ വലിയ കഴിവൊന്നുമില്ല, ഞാൻ എന്നെ അത്രയും ഇതായിട്ട് കാണുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് പറയാം. നമ്മൾ ഓരോ സിറ്റുവേഷൻ, ഇപ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന ഒരാൾ, നമ്മൾ ആ ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകുന്നു. ഒരു കല്യാണത്തിന് പോകുന്ന പോലെ അല്ലല്ലോ ഒരു ഫ്യൂണറലിന് പോവുക. മരിച്ചെടുത്ത് പോകുമ്പോഴും കല്യാണത്തിനും ഒരേ രീതിയിലല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ബ്രെയിനെ നിങ്ങളിപ്പോൾ കൺവിൻസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടിയത് എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും ഒരു ലെവലുണ്ട്. ആ ലെവലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐ ഡോണ്ട് ഫിറ്റ് ഇൻ ഹിയർ, അല്ലെങ്കിൽ ഞാനിത് അർഹിക്കുന്നില്ല, ആ ഒരു ചിന്തയിൽ നിന്നിട്ട് പുറത്ത് കടക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അറിയാം നിങ്ങൾ ആരാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ യു ആർ ഗോയിങ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി ഹൈ പ്രീസ്റ്റസ്,
ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ സേഫാണ് നിങ്ങളുടെ ലൈഫിൽ. പിന്നെ ചില സീക്രറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ട് വെക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സീക്രറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കാര്യമൊന്നും ആയിരിക്കില്ല ചില ആളുകൾ, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളോട് വെക്കണം. എല്ലാവരോടും വിളിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളോട് തന്നെ വെക്കുന്ന ഒരു തെറ്റില്ല. ചിലപ്പോൾ ചില ഫ്രണ്ട്സ് ഉണ്ടാവും, അപ്പോൾ അവർ എന്താണെന്ന് കുത്തി ചോദിക്കും അറിയാൻ. ഒരാൾക്കൊരു കാര്യം എത്ര അടുത്ത ഫ്രണ്ടായാലും നമ്മളെല്ലാവരും പറയും, ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, വിവാഹം കഴിച്ചിട്ടുള്ള ഹസ്ബൻഡോ വൈഫോ ആരും ആയിക്കൊള്ളട്ടെ, ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കും. ചില ആളുകൾക്ക് ആ സ്പേസ് വേണ്ട, അവരെല്ലാം തുറന്ന് പറയും. പക്ഷെ ചില ആളുകൾക്ക് സ്പേസ് വേണം. അപ്പം നമ്മൾ ഒരാൾക്ക് എന്താണോ വേണ്ടത് അതാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒത്തിരി പോഷ് കാര്യങ്ങൾ, അതായത് ഒരു ഡയമണ്ട് നെക്ലസോ അതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹൈഫൈ ആ ഒരു ഇതിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയെ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ആ വ്യക്തി വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷെ ഇതിലൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തി, ആഭരണങ്ങളോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിക്ക് ആഭരണം സമ്മാനമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് വലിയ പ്രത്യേകിച്ച് അതിന് അത്രയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. അതേസമയം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, പൂക്കൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ പൂവാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ചെടിയോട് കൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളർത്താൻ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് അതൊരു വലിയ സമ്മാനമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒരാൾക്കൊരു കാര്യം കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്കാണ്. ആ വ്യക്തിക്ക് സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ, ആ വ്യക്തി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ലെറ്റ് ഇറ്റ് ബി. അതിനർത്ഥം അവർക്ക് നിങ്ങൾ ഇഷ്ടമില്ല എന്നുള്ളതല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഈ ഒരു സമയത്ത്. എന്തായാലും സീക്രറ്റ്സ് എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില സീക്രറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും, കാരണം ചില ആളുകളെല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരെങ്ങനെയാണോ അവരങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 6 of Cups എനർജി ഉണ്ട്. കാരണം അത് മെയിനായിട്ട് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ റെഡിയാണോ എന്നുള്ളൊരു ചിന്തയാണ് പലരെ സംബന്ധിച്ച്. ഐ യു റെഡി ടു അച്ചീവ് ദിസ് സക്സസ്? ഈ ഒരു സക്സസ് നിങ്ങൾ ലൈഫിലേക്ക് വരുന്നു, ബി റെഡി, നിങ്ങൾ റെഡിയാണ് അതിന്. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ് എനർജി. റിലേഷൻഷിപ്പ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് ചില വ്യക്തികൾ നിങ്ങൾ അത്രയും ഒരു കണക്ട് ചെയ്തിരിക്കുന്ന, പക്ഷെ അവർക്ക് അവരുടെ സ്പേസ് കൊടുത്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾ ലൈഫിൽ അതേപോലെ തന്നെ നിങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഒരാളെങ്ങനെയാണോ ആ വ്യക്തി അതേപോലെ നിൽക്കട്ടെ, നിങ്ങളും നിങ്ങളായിട്ട് നിൽക്കാൻ പഠിക്കുക. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവില്ല. അവർ പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതല്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ആയിട്ട് ചെയ്യാതിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടാവും പലർക്കും. സോ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകും. അല്ലാതെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളിലേക്കും പോകാതിരിക്കുക. ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളിലേക്കും റെഡിയാണ്, യു ആർ റെഡി ടു മൂവ് ഫോർവേഡ് ഇൻ ന്യൂ ഡയറക്ഷൻ. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ വോക്ക് അവേ ചെയ്യാനും നിങ്ങൾ റെഡിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ലവേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് ഇതൊരു റിലേഷൻഷിപ്പാണ്, ഇതൊരു മാരേജ് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ടാവും ഇതിലേക്ക് ഞാൻ റെഡിയാണോ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ റെഡിയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടും റെഡി ആകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജി ഓവർ തിങ്കിങ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും റെഡിയായി എന്ന് നിങ്ങൾക്ക് തോന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ റെഡി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ചുറ്റുമുള്ള ആളുകൾക്ക് അവരുടെ സ്പേസ് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി കണക്ഷൻസാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് ബ്രേക്കപ്പോ ലൈഫിലുണ്ടായിട്ടുള്ള ചില ഭയങ്കര സങ്കടകരമായിട്ടുള്ള ചിന്ത കൊണ്ടായിരിക്കാം നിങ്ങൾ റെഡി അല്ലാന്ന് തോന്നുക. നിങ്ങളിതിലേക്ക് റെഡി തന്നെയാണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക് തരാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 8 of Pentacles എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയോ നിങ്ങളുടെ എനർജി കണക്ഷൻസ് ഇവിടെ വളരെ സ്ട്രോങ് മെസ്സേജാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് 2 of Pentacles എനർജിയാണ്. അതായത് ടോട്ടലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ പോകുന്നില്ല. നിങ്ങളുടെ ഫിനാൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഏത് ഏരിയയിൽ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്.
നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കരിയർ, ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. യു ആർ റെഡി. അതിനുവേണ്ടി മുന്നോട്ടേക്ക് പോവുക, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ലൈഫിലൊരു ബാലൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. എക്സെപ്ഷണൽ ആയിട്ടുള്ള റിസൾട്ട് വരുന്ന സമയമാണ് പല കാര്യങ്ങൾ. അതിനിപ്പോൾ സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം. അതായത് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടാവാം, ഇൻ്റർവ്യൂ പാസ്സാവുന്നു, അല്ലെങ്കിൽ എക്സാംസ് പാസ്സാവുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സെപ്ഷണൽ റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഒത്തിരി ഉയരത്തിൽ, ഇങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.